ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, പൊസിഷൻസ് കാര്യങ്ങൾ, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ നമ്മൾ ഓൾറെഡി റൂമിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ എൻട്രൻസ്, അതായത് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് എൻട്രൻസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അത് 8 മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡ്യൂൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്ററാണ് നമ്മുടെ സ്വിച്ച് ബോക്സിൻ്റെ അടിവശം കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നും സ്വിച്ച് ബോക്സിൻ്റെ അടിവശം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫുഡ് ലാമ്പ് ഇവിടെ താഴെ തന്നെ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിലേക്ക് കിടക്കുന്നതിൻ്റെ സൈഡിൽ കൊടുക്കാനുള്ള സ്ഥലം വളരെ കുറവാണ്. കാരണം കബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് കൊണ്ട്, കബോർഡും ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിൾ അവിടെ വരുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് ലാമ്പ് അവിടെ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻട്രൻസിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സീലിംഗ് ലൈറ്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിംഗ് നമുക്ക് മാക്സിമം വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാശ് ചിലവാക്കി നമ്മൾ സീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വാർക്കുന്ന സമയത്ത് സീലിങ്ങിൻ്റെ കൺസീൽഡ് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് മുകളിൽ നമ്മൾ വാർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത സീലിംഗ് ലൈറ്റ്സ് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് സിസ്റ്റം, കമ്പ്യൂട്ടർ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു സ്റ്റഡി ടേബിൾ ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 2 പ്ലഗും ഒരു സ്വിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ. റൂമിൻ്റെ മുകളിലായിട്ട് എക്സോസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഫാനും എക്സോസ്റ്റ് ഫാനും കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിട്ട് എപ്പോഴും റൂം ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ഒരു ട്യൂബ് ലൈറ്റ്സും, അത് ട്യൂബിൽ കൊടുക്കുന്ന ഒരു ട്യൂബ് ലൈറ്റ്സും, പിന്നെ ഒരു ബൾബും, എക്സ്ട്രാ ഒരു ബൾബും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബെഡിൻ്റെ പൊസിഷൻ വരുന്നത്. ബെഡിൻ്റെ പൊസിഷൻ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വൺ സൈഡാണ് ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ പൊസിഷൻ എൻട്രൻസ് വന്നു, അതിനുശേഷം ബെഡിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒറ്റ സൈഡിൽ തന്നെ ചെറിയ ബെഡ്റൂം ആയതുകൊണ്ട് ഒരു സൈഡിൽ തന്നെ നമുക്ക് എല്ലാ സ്വിച്ച് ബോർഡുകളും അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നിന്നും ഏകദേശം നമുക്കൊരു 90 സെൻറ്റിമീറ്റർ മുകളിൽ കിട്ടാവുന്ന രീതിയിൽ, ബോക്സിൻ്റെ അടിവശം 90 സെൻറ്റിമീറ്റർ കിട്ടാവുന്ന രീതിയിൽ അതിൽ നമ്മൾ കട്ടിലിടുകയാണെങ്കിൽ കട്ടിലിൻ്റെ മുകളിൽ കിട്ടുന്ന രീതിയിൽ 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 8 മോഡ്യൂളിൻ്റെ ബോക്സും 4 മോഡ്യൂളിൻ്റെ ബോക്സുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഫുൾ 2 വേ കാര്യങ്ങളെല്ലാം വരുന്നത്. AC, മാസ്റ്റർ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നത് അവിടെയാണ്. പിന്നെ നമ്മൾ കട്ടിലിൻ്റെ മുകളിലായിട്ട് സെൻറ്ററിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഒരു പിക്ചർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് നമ്മൾ കയറുന്ന സ്വിച്ചാണ്. ഡ്രസ്സിങ് ഏരിയ ഫസ്റ്റ് വരുന്നുണ്ട്, അതിനുശേഷം ബാത്റൂമിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയയിലേക്കും ബാത്റൂമിനും കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡ് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടു. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കടന്നു. ഡ്രസ്സിങ് ഏരിയയിൽ നമ്മളൊരു ഇത്രയും ഏരിയയിൽ ഒരു സീലിങ്ങിൻ്റെ മുകളിലായിട്ടൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു 6 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് കടന്നു. ബാത്റൂമിൻ്റെ സൈഡിൽ വരുന്ന എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്, ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്, മുകളിലൊരു സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്, ഒരു മിറർ ലാമ്പ്, വാഷ് ബേസിൻ്റെ മുകളിലൊരു മിറർ ലാമ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ബെഡ്റൂമിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എത്ര ഹൈറ്റിലാണ് വെക്കേണ്ടതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.